വയനാട്ടിൽ കാടിറങ്ങുന്ന കടുവകളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് മനുഷ്യർ. കഴിഞ്ഞ ദിവസം മുള്ളൻകൊല്ലി ചാമപ്പാറയിൽ പശുവിനു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായി. സമീപ പ്രദേശമായ കൊളവള്ളിയിലും കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. റബ്ബർ തോട്ടത്തിൽ തീറ്റാനായി കെട്ടിയിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. പ്ലാവനക്കുഴിയിൽ ജോണിന്റെ പശുവിനെയാണ് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കരച്ചിൽ കേട്ട അയൽവാസി ബഹളം വച്ചതോടെ കടുവ പശുവിനെ ഉപേക്ഷിച്ച് കടന്നു. വനപാലകർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. ചാമപ്പാറയ്ക്കടുത്തുള്ള കൊളവള്ളിയിൽ വയലിൽ മേയാൻ വിട്ട ആടിനെ പിടിച്ചത് വ്യാഴാഴ്ച. പാല് തുറന്ന് നോക്കുമ്പോൾ ഒരു സാധനം അവിടെ നിന്ന് കൂടിയിരുന്നു. അപ്പോൾ മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഇതിൽ തിരിച്ച് ഞാൻ നോക്കുമ്പോൾ പശു കിടന്ന് കാർന്ന് പിന്നെയും കാർന്ന് കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വന്നു. പാല് തുറന്ന് ഇറങ്ങി നോക്കുമ്പോൾ പശുവിൻ്റെ അടുത്തേക്ക് കടുവ ചാടി വരിക. ഇപ്പോൾ ഇവിടെ ചാവപ്പാറ ഭാഗത്ത് കടുവ പശുവിനെ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ കൊളവള്ളിയിൽ ആടിനെ പിടിച്ചു. ഇങ്ങനെ വിവിധ മേഖലകളിൽ, പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കടുവ വിഹരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഇതിനടുത്തുള്ള ചണ്ണോത്തുകൊല്ലി, സീതാമൗണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായ ആശങ്ക നിലനിൽക്കുകയാണ്. ഈ മേഖലയോട് ചേർന്നാണ് കടുവയെയും 3 കുഞ്ഞുങ്ങളെയും നാട്ടുകാർ കഴിഞ്ഞ ദിവസം കണ്ടത്. ദിവസങ്ങളോളമായിട്ട് 3 കുഞ്ഞുങ്ങളും ഒരു വലിയ കടുവയും ഈ നാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, 2 ക്യാമറ വെച്ച് എന്നുള്ള മറുപടിയാണ് ഫോറസ്റ്റുകാരുടെ ഭാഗത്തുണ്ടാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും എന്ന് പറഞ്ഞ രീതിയിൽ കടുവ കുട്ടികളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CC, മൂടക്കൊല്ലി, കൊളകപ്പാറ, ചുളുക്ക തുടങ്ങി വയനാടിന്റെ പല ഭാഗത്തും കാടിറങ്ങുന്ന കടുവകൾ ഭീതിയുണ്ടാക്കുന്നുണ്ട്. പലയിടത്തും കൂടുകൾ സ്ഥാപിച്ചിട്ടും കടുവകൾ പിടിയിലാകാത്തതാണ് ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നത്. 24 വയനാട്.